ഇതുവരെ ഞാൻ അവരോട് പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ. അവരുടെ കുഴപ്പമല്ലല്ലോ. ഞാനത് പറയാതിരുന്നതാണ്. കാരണം പാർട്ടിയെ ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ള നിലയ്ക്ക്. പക്ഷേ ഇപ്പോൾ പാർട്ടി ഇപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ അവരെന്നെ രണ്ടുപേരും വിളിച്ചിരുന്നു. ഇന്നലെ രാത്രി എന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വിളിച്ചു, പിന്നെ തങ്ങൾ വിളിച്ചു, എല്ലാവരും വിളിച്ചിരുന്നു. കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പാർട്ടി നിങ്ങൾ നീ പ്രയാസപ്പെടണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് പാർട്ടി എന്തോ ആലോചിക്കുന്നുണ്ടാവുമല്ലോ. എന്തായാലും തീർച്ചയായിട്ടും അത്തരം ഘട്ടങ്ങളിൽ എനിക്ക് എപ്പോഴും തുണ എന്ന് പറയുന്ന പാർട്ടി തന്നെയല്ലേ. കാരണം ഇത്രയും കാലം എനിക്ക് MLA എന്നുള്ള നിലക്കും മന്ത്രി എന്നുള്ള നിലക്കും ഒക്കെയുള്ള സാലറി കിട്ടിയിട്ടുള്ളത് പാർട്ടിയെ കൊണ്ടല്ലേ. അപ്പോൾ എന്നെ എൻ്റെ പിതാവിന് ശേഷം എന്നെ സംരക്ഷിച്ച് വന്നിട്ടുള്ളത് എൻ്റെ പാർട്ടിയാണ്. അപ്പോൾ കാര്യങ്ങൾ പാർട്ടിയോട് പറയേണ്ടതായിരുന്നു. പക്ഷേ ഇതൊരു വ്യക്തിപരമായ പിന്നെ ലോണ് ഞാൻ എടുത്തതുകൊണ്ട് പിന്നെ പാർട്ടിയെ അതിൽ ബുദ്ധിമുട്ടിക്കേണ്ടതില്ല എന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ നിലപാട്. ഇത്തരം കാര്യങ്ങൾ ആരോടും വ്യക്തിപരമായ കാര്യങ്ങൾ പറയാറില്ല. അങ്ങനെ ഒരു സ്വഭാവം എനിക്കില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഇതിൽ നിന്ന് വാർത്തകളൊക്കെ വന്നു. അപ്പോൾ പിന്നെ പാർട്ടി അറിഞ്ഞു, പാർട്ടി ഇടപെട്ടു, സംസാരിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ പരിഹരിച്ചോളാം എന്നുള്ള രീതിയിലാണ് എന്നോട് സംസാരിച്ചത്. അല്ലാതെ എനിക്ക് ഈ കാര്യം പോയി പാർട്ടിയോട് പറയുക എന്ന് പറയുന്നത് ഒരു പ്രയാസമുള്ള കാര്യമാണ്. കാരണം പാർട്ടി അറിയാത്തൊരു കാര്യത്തിന് പാർട്ടിയെ അതിലേക്ക് വലിച്ചഴക്കേണ്ടിയില്ല എന്നുള്ളതായിരുന്നു എൻ്റെ ഇതുവരെയുള്ള നിലപാട്. പക്ഷേ പാർട്ടി വന്നാൽ പിന്നെ അത് നിഷേധിക്കുന്ന ഒരു പാരമ്പര്യവും നമുക്കില്ലല്ലോ. അപ്പോൾ അവർ നോക്കട്ടെ. പക്ഷേ എന്നെ പല ഭാഗത്തുനിന്നും ഈ സമയത്ത് പല ആളുകളും വിളിച്ചിരുന്നു. അപ്പോൾ അവരോടൊന്നും ഞാൻ ഒരു സഹായവും വേണ്ട എന്നുള്ള നിലപാട് തന്നെ എടുത്തിട്ടുള്ളത്. കാരണം അങ്ങനെ ആരുടെയെങ്കിലുമൊക്കെ സഹായത്തിൽ ജീവിക്കേണ്ട ഒരവസ്ഥയിലെത്തിയെന്ന് എനിക്ക് തോന്നുന്നില്ല. പാർട്ടിയുള്ള കാലത്തോളം, ഈ പാർട്ടിയിൽ അംഗമായിരിക്കുന്ന കാലത്തോളം. എന്നാലും ഞാൻ അവരോടൊക്കെ എനിക്ക് സ്നേഹവും ബഹുമാനമാണ്. കാരണം ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഉണ്ട് എന്നുള്ള ഒരു ആത്മസംതൃപ്തി എനിക്കുണ്ട്. അപ്പോൾ എൻ്റെ ഇത്ര കാലത്തെ ജീവിതം പ്രവർത്തനവും വൃഥാവിലായില്ല എന്നുള്ള ഒരു സന്തോഷമുണ്ട്.